നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അക്കാര്യം തീരുമാനമായിരിക്കുന്നു. അർജൻറ്റീനയും മൊറോക്കോയും തമ്മിൽ കളിക്കും. അണ്ടർ-20 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ ആരാധകരൊക്കെ പ്രതീക്ഷിച്ചതും കാത്തിരുന്നതും ഫിഫ വേൾഡ് കപ്പ് 2022 ഒരു തനിയാവർത്തനമായിരുന്നു. അതായത് അന്ന് ഫൈനലിൽ ഫ്രാൻസും അർജൻറ്റീനയും തമ്മിലാണല്ലോ ഏറ്റുമുട്ടിയത് 2022 വേൾഡ് കപ്പ് ഫൈനലിൽ. പക്ഷേ ഇവിടെ സെമി ഫൈനലിൽ മൊറോക്കോക്ക് മുന്നിൽ ഫ്രാൻസിന് കാലിടറിയതോടുകൂടി ഫൈനൽ മത്സരത്തിൽ അർജൻറ്റീനയുടെ എതിരാളികൾ മൊറോക്കോയാണ്. ഫൈനലിൽ മൊറോക്കോ വേഴ്സസ് അർജൻറ്റീന പോരാട്ടം ഒക്ടോബർ 20 നടക്കുക. നമ്മൾ ഇന്ത്യൻ സമയമാണ് ഒക്ടോബർ 20 എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ കളി നടക്കുന്നത് ചിലിയിലാണല്ലോ. ചിലിയിൽ ഒക്ടോബർ 19 രാത്രിയിലാണ് മത്സരം. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഒക്ടോബർ 20 പുലർച്ചെ 4:30 അണ്ടർ-20 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ അർജൻറ്റീന ടീമും മൊറോക്കോ ടീമും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. മൊറോക്കോയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം റണ്ണാണ് അവർ നടത്തിയതെന്ന കാര്യത്തിൽ തർക്കമില്ല. സെമി ഫൈനലിൽ അവർ ഫ്രാൻസിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് പരാജയപ്പെടുത്തിയത്. അതേസമയം അർജൻറ്റീന കൊളംബിയയ്ക്കെതിരെ ഏകപക്ഷീയമായ 1 ഗോളിൻ്റെ വിജയമാണ് സെമിയിൽ നേടിയത്. ഫൈനലിൽ തീ പറക്കുന്നൊരു പോരാട്ടം എല്ലാവരും പ്രതീക്ഷിക്കുന്നു. മൊറോക്കോയുടെ ഈ ഒരു വരവ്, ഈ കുതിച്ചുയരൽ ഈ വേൾഡ് കപ്പിൽ തന്നെ നോക്കുക. അവർ അർജൻറ്റീനയെ ഫൈനൽ നേരിടാൻ പോകുന്നു. എന്നാൽ അവരുടെ ഗ്രൂപ്പ് സ്റ്റേജിലോ അവരാരൊക്കെയാണ് പരാജയപ്പെടുത്തിയത്? സ്പെയിനിനെ പരാജയപ്പെടുത്തി, ബ്രസീലിനെ പരാജയപ്പെടുത്തി. ദെൻ അവർ മുന്നോട്ടുള്ള പോക്കിൽ സൗത്ത് കൊറിയയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെയും പരാജയപ്പെടുത്തി സെമിയിലേക്കെത്തി. സെമിയിൽ ഫ്രാൻസിനെ വീഴ്ത്തി. വല്ലാത്തൊരു കുതിപ്പാണിപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൊറോക്കോ സെക്കൻഡ് ആഫ്രിക്കൻ നേഷനാണ് ടു കോമ്പീറ്റ് ഇൻ ദി അണ്ടർ-20 വേൾഡ് കപ്പ് ഫൈനൽ. വേൾഡ് കപ്പ് ഫൈനലിൽ ആദ്യമായിട്ടെത്തിയ ആഫ്രിക്കൻ ടീം ഗാനയാണ്. അത് 2009 ഈജിപ്ഷ്യൻ എഡീഷനിലാണ്. ഈജിപ്തിൽ നടന്ന വേൾഡ് കപ്പിലായിരുന്നു അതുണ്ടായത്. അത് 2009 അതിനുശേഷം ആദ്യമായിട്ടാണ് ഒരു ആഫ്രിക്കൻ ടീം അണ്ടർ-20 വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് എത്തുന്നത്. മൊറോക്കോ ആ റെക്കോർഡ് ഇട്ടിരിക്കുന്നു. അല്ലെങ്കിലും മൊറോക്കോയുടെ സമീപകാല ഫുട്ബോൾ ഗ്രാഫ് നോക്കുക, അത് അതിവേഗം കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. 2022 വേൾഡ് കപ്പിൽ അവർ സെമി ഫൈനലിലേക്ക് എത്തിയിരുന്നു. അത് ചരിത്രമാണ്. വേൾഡ് കപ്പിൽ ഒരു ആഫ്രിക്കൻ ടീം ആദ്യമായിട്ടാണ് അന്ന് സെമി ഫൈനലിൽ കളിച്ചത്. 2024 ഒളിമ്പിക്സിലോ ടീം ബ്രോൺസ് നേടിയിരുന്നു. പാരീസ് ഒളിമ്പിക്സിൽ അവർ ബ്രോൺസ് സ്വന്തമാക്കിയിരുന്നു. ഇപ്പോഴത്തെ 2025 അണ്ടർ-20 ടീം വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് എത്തുന്നു. ഇൻസ്പയറിംഗ് ഡെവലപ്മെൻറ്റാണ് മൊറോക്കൻ ഫുട്ബോളിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.